ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ക്ലാസ്സിൽ MCQ ഒക്കെ ചെയ്തില്ല? MCQ ചെയ്തില്ല എല്ലാവരും? ചെയ്തു മാം. ചെയ്തു മാം. അപ്പൊ നമ്മൾ ഇന്ന് ക്ലാസിഫിക്കേഷൻ ഓഫ് ഹോസ്പിറ്റൽസ് ആണ് എടുക്കാൻ പോകുന്നത്. സ്ക്രീൻ ക്ലിയർ ആണല്ലോ? അപ്പോ there are different types of hospitals and each type has its own characteristics, strength and limitations. Owing to variation in types, it is necessary to classify to understand its types. നമുക്കറിയാം ഇങ്ങനെയാണ് different types of hospitals ഉണ്ട് ഇന്ത്യയിൽ അല്ലേ? പലതരത്തിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിന്റെ എങ്ങനെയാണ് ഓരോന്നിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇന്ത്യയില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓരോന്നിനും അതിൻ്റെതായ സവിശേഷതകളുണ്ട്, പരിമിതികളുണ്ട്, സ്ട്രെങ്ത് ഉണ്ട്. അപ്പോ ഹോസ്പിറ്റൽ ക്യാൻ ബി ക്ലാസിഫൈഡ് ഓൺ ദി ഫോളോവിംഗ് ബേസിസ്. താഴെ പറയുന്ന രീതിയിലാണ് ഹോസ്പിറ്റൽസിനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തിന്റെയൊക്കെ ബേസിലാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് നോക്കാം. ഏതാണ് ഫസ്റ്റ് വൺ? ഏതാണ്? സൈസ്. ഹോസ്പിറ്റൽസിനെ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് സൈസിന്റെ ബേസിലാണ്. ഓക്കെ, എന്താണ് സൈസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്ന നമ്പർ ഓഫ് ബെഡ്. ഓക്കെ, നമ്പർ ഓഫ് ബെഡ്സിന്റെ ബേസിലാണ് ഹോസ്പിറ്റൽസിനെ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. സൈസ് ക്ലിയർ ആയോ? സൈസ് ക്ലിയർ ആണോ? ഹോസ്പിറ്റൽസിലുള്ള ബെഡ് കപ്പാസിറ്റി. ഓക്കെ, നമ്പർ ഓഫ് ബെഡിന്റെ ബേസിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് അങ്ങനെയാണ്. പിന്നെന്താ പറയുന്നത്? ലെവൽ ഓഫ് കെയർ. എന്താണ് ലെവൽ ഓഫ് കെയർ? അതായത് ഒരു ഹോസ്പിറ്റൽസ് ഏത് തരത്തിലുള്ള കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ ഓരോ ഹോസ്പിറ്റൽസും നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? എന്തായിരുന്നു പഠിച്ചത് ലാസ്റ്റ് ക്ലാസ്സിൽ? എല്ലാ ഹോസ്പിറ്റൽസും ഒരേ രീതിയിലുള്ള കെയർ ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ല, അവരെങ്ങനെയാണ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് പലതരത്തിലുള്ള കെയർ ആണ്. അതിന്റെ അവിടുത്തെ ലഭ്യമായ എക്യുപ്മെന്റ്സ് അല്ലെങ്കിൽ അവിടുത്തെ സർവീസിന്റെ ബേസിലാണ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അവർക്ക് അവൈലബിൾ ആയ റിസോഴ്സസ് അനുസരിച്ചാണ് അവർ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ചില ഹോസ്പിറ്റൽസ് എങ്ങനെയാണ് ബേസിക്സ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു അത്? ബേസിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു അത്? ഇൻ റൂറൽ ഏരിയയിൽ നമ്മൾ അവിടെ എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് ഏതായിരുന്നു? എന്തോ? പ്രൈമറി ഹെൽത്ത് സെന്റർ. എങ്ങനെയാണ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് അവിടെ എങ്ങനെയാണ് കമ്പയർഡ് ടു സബ് സെന്ററിനെ കമ്പയർ ചെയ്യുമ്പോൾ പ്രൈമറി ഹെൽത്ത് സെന്ററിൽ എങ്ങനെയാണ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത്? എത്തരത്തിലുള്ള ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കുറച്ച് ബെഡ്സ് ഉണ്ടാവും, നമുക്ക് കിടത്തി കുറച്ച് പേരെ ചികിത്സിക്കുന്നു. ബെഡ്സേ ഉണ്ടാവുള്ളൂ. ക്വാളിഫൈഡ് ഡോക്ടേഴ്സ് ഉണ്ടാവും. ട്രീറ്റ്മെന്റ് ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? നമ്മുടെ ഈ സബ് സെന്ററിനെ അപേക്ഷിച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ നമ്മൾ ഈ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ എന്തൊക്കെയാണ്? 1-2 ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? പിന്നെ ലാസ്റ്റ് വൺ ഏതായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. ഓക്കെ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ. നമ്മളല്ലാതെ പ്രൈമറി സെക്ടർ, ടെറിഷറി സെക്ടർ, സെക്കൻഡറി സെക്ടർ ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ അത്? ഓക്കെ, അപ്പൊ ടെറിഷറി സെക്ടറിൽ ഏതാണ് ഉൾപ്പെടുന്നത്? മെഡിക്കൽ കോളേജ് ഒക്കെ ഈ ടെറിഷറി സെക്ടറിലാണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? അവിടെ എങ്ങനെയാണ് കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ എത്തരത്തിലുള്ള ഹോസ്പിറ്റൽസിന്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിനിക്കൽ അല്ലെങ്കിൽ ലെവൽ ഓഫ് കെയർ അവർ പ്രൊവൈഡ് ചെയ്യുന്ന സ്ക്രീൻ കാണുന്നില്ല എന്നോ? ആർക്കും സ്ക്രീൻ കാണാത്തത്? അഖിൽ ബാബു, എല്ലാവർക്കും സ്ക്രീൻ കാണുന്നില്ലേ? കാണുന്നുണ്ടല്ലോ മാഡം. പറ്റി സ്ക്രീൻ കാണുന്നുണ്ട്. എന്തെങ്കിലും നെറ്റ് ഇഷ്യൂ ആയിരിക്കാം. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ട്. ഓക്കെ. അപ്പോ അവർ പ്രൊവൈഡ് ചെയ്യുന്ന കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് എങ്ങനെയാണ്? സൈസിന്റെ ബേസിൽ. ഓക്കെ, നമ്പർ ഓഫ് ബെഡ് അതിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഏതാണ്? ലെവൽ ഓഫ് കെയർ. ഓരോ ഹോസ്പിറ്റൽസും പ്രൊവൈഡ് ചെയ്യുന്ന കെയറിന്റെ ബേസിൽ
ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ ഏതാണ്? ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. എന്താണ്? എന്തായിരിക്കാം ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിൽ വരുന്നത്? ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് വൈസ് ആണ്. ഹോസ്പിറ്റൽസിൽ ചില പെർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടായിരിക്കും അല്ലേ? അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റ്സിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? അത് എങ്ങനെയായിരിക്കും അവിടെ? ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, കാർഡിയാക് ഡിപ്പാർട്ട്മെന്റിൽ എങ്ങനെയാണ്? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് അല്ലേ? ഈ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ നമുക്കറിയാം അവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? ട്രെയിനിങ് ലഭിച്ച എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളൊരു ഹോസ്പിറ്റലിനെ നമ്മളിപ്പോ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ നോക്കാറുണ്ട്? നിങ്ങളൊരു ഹോസ്പിറ്റൽസിൽ പോകണം, നിങ്ങൾ എന്തൊക്കെ ഫാക്ടേഴ്സ് നോക്കിയിട്ടായിരിക്കും ഹോസ്പിറ്റൽസിലോട്ട് പോകുന്നത്? ഫെസിലിറ്റി, ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി. ഓക്കെ, എത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണ് ലഭിക്കുന്നത്? എങ്ങനെയുള്ള ഡോക്ടേഴ്സ് ആണ് ഇവിടെ ഉള്ളത്? ഓക്കെ, പിന്നെന്താണ്? ഡിപ്പാർട്ട്മെന്റ്സ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസ് എങ്ങനെയാണ്? ഇതിന്റെയൊക്കെ ബേസിലാണ് നമ്മൾ ഹോസ്പിറ്റൽസ് സെലക്ട് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതിന്റെ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഏതാണ്? ഓണർഷിപ്പ്. എന്താണ് ഓണർഷിപ്പ്? നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓണർഷിപ്പിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്താണ് ഓണർഷിപ്പ്? ഏതൊക്കെയാണ് ഓണർഷിപ്പിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽസ്? പബ്ലിക് ആണോ ഗവൺമെന്റ് ആണോ അങ്ങനെയാണ്? ഓക്കെ. പ്രൈവറ്റ് ആൻഡ് പബ്ലിക് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലേ? ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. പിന്നെന്താണ്? ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കമ്പനീസ്, ഓക്കെ, അവര് റൺ ചെയ്യുന്ന, അവര് മാനേജ് ചെയ്യുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. അപ്പൊ ഓണർഷിപ്പ് ക്ലിയർ ആയോ? ദെൻ സിസ്റ്റം ഓഫ് മെഡിസിൻ. എന്താണ് സിസ്റ്റം ഓഫ് മെഡിസിൻ? അതിലെങ്ങനെയായിരിക്കും ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഇത് നമ്മൾ പഠിച്ചതാണ്. സിസ്റ്റം ഓഫ് മെഡിസിൻ എന്തായിരുന്നു? ആയുർവേദം, ആയുർവേദ, ഹോമിയോ ഹോസ്പിറ്റൽസ്, ഹോമിയോപ്പതി ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓക്കെ, അപ്പോ അവിടെ സിസ്റ്റം ഓഫ് മെഡിസിന്റെ ബേസിലും ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദ ലെങ്ത് ഓഫ് സ്റ്റേ. എന്തായിരിക്കും ലെങ്ത് ഓഫ് സ്റ്റേ? എന്തായിരിക്കും ലെങ്ത് ഓഫ് സ്റ്റേ? നമ്മൾ നിന്നൊക്കെ ചികിത്സിക്കുന്നതാണോ? ഓക്കെ, നമ്മളിപ്പോ ഹോസ്പിറ്റൽ ആയുർവേദ ട്രീറ്റ്മെന്റ് ഒക്കെ പോലെ. അതെ. ലെങ്ത് ഓഫ് സ്റ്റേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഹോസ്പിറ്റൽസിൽ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു. ചില ഹോസ്പിറ്റൽസ് നമുക്കറിയാം അഡ്മിറ്റ് ആയിട്ട് 1-2 ദിവസം അല്ലെങ്കിൽ ഒരു 1 വീക്ക് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യുന്നത് അല്ലേ? അത്രയും ദിവസം നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഷോർട്ട് സ്റ്റേ ഉണ്ട്, ഷോർട്ട് പീരീഡിൽ സ്റ്റേ ചെയ്യുന്നതുണ്ട്, ലോങ് പീരീഡിൽ സ്റ്റേ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ സാധാരണ കാണുന്ന ഹോസ്പിറ്റൽസ് എങ്ങനെയാണ്? ഷോർട്ട് സ്റ്റേ ആണ് അല്ലേ? ഷോർട്ട് പീരീഡിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. കൂടിയാൽ ഒരാഴ്ച, അത് കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് ചെയ്യും. പക്ഷെ ലോങ് പീരീഡിൽ സ്റ്റേ ചെയ്യുന്ന ചില ഹോസ്പിറ്റൽസ് ഉണ്ട്. എക്സാമ്പിൾസ് പറയാമോ ഏതെങ്കിലും? ചിലപ്പോ 1-2 മാസം അല്ലെങ്കിൽ വർഷങ്ങളോളം ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന, കിടത്തി ചികിത്സിക്കുന്ന ആയുർവേദം ഒക്കെ അങ്ങനത്തെ ഇല്ലേ? ഓക്കെ, മെന്റൽ ഹോസ്പിറ്റൽസ്, ഇത്തരത്തിലുള്ള ലോങ് പീരീഡിൽ ട്രീറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ ലെങ്ത് ഓഫ് സ്റ്റേ ക്ലിയർ ആണോ? ഇത് നമ്മൾ 1 by 1 എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ ഏതൊക്കെയാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? എന്തിന്റെയൊക്കെ ബേസിലാണ്? level of care, clinical specialties, ownership, system of medicine, length of stay. ഓക്കെ, എന്തിന്റെ ബേസിലാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? എന്തിന്റെയൊക്കെ ബേസിലാണ്? എൽമ? സൈസ്. സൈസ് എന്ന് പറയുമ്പോൾ അതിലെന്താ ഉദ്ദേശിക്കുന്നത്? സൈസ്, നമ്പർ ഓഫ് ബെഡ് കപ്പാസിറ്റി. ഓക്കെ, ബെഡിന്റെ കപ്പാസിറ്റി അനുസരിച്ച് ഓക്കെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഏതായിരുന്നു? ലെവൽ ഓഫ് കെയർ. ലെവൽ ഓഫ് കെയർ എന്താ പറയുന്നത്? അതായത് അവൈലബിൾ റിസോഴ്സിനനുസരിച്ച് എക്യുപ്മെന്റ്സ് അതിന്റെയൊക്കെ ബേസിസിൽ ഓരോ രീതിയിലുള്ള കെയർ തിരിക്കുന്നു. ഓക്കെ, ദെൻ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. എന്താണ് സ്പെഷ്യാലിറ്റി? അതിലെന്താ പറയുന്നത്?
ഡിപ്പാർട്ട്മെന്റ് ബേസിസിൽ ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, പിന്നെന്താണ് ഓണർഷിപ്പ്? പ്രൈവറ്റ് ആണോ അത് പബ്ലിക് മാനേജ് ചെയ്യുന്ന കമ്പനി ഏത് ഓണർഷിപ്പ്? പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് എന്നും പബ്ലിക് ഹോസ്പിറ്റൽസ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പിന്നെന്തായിരുന്നു? സിസ്റ്റം ഓഫ് മെഡിസിൻ ഏത് രീതിയിലുള്ള സിസ്റ്റം, അതായത് ആയുർവേദ, ഹോമിയോപ്പതി, അലോപ്പതി അങ്ങനെ ഏത് രീതിയിലുള്ള മെഡിസിൻ ആണോ അത് അതിന്റെ സിസ്റ്റം അനുസരിച്ച് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ദ ലാസ്റ്റ് വൺ ഈസ് ലെങ്ത് ഓഫ് സ്റ്റേ. നമ്മൾ എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു, അതായത് ഷോർട്ട് സ്റ്റേ ആണോ ലോങ് പീരീഡ് സ്റ്റേ ആണോ അതനുസരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ലോങ് പീരീഡിലേക്കാണോ സ്റ്റേ ചെയ്യുന്നത്, അഡ്മിറ്റ് ആകുന്നത്, അതിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളല്ലേ? ലെവൽ ഓഫ് കെയർ ഒന്നുകൂടി പറയോ മിസ്? പറയാം. നമ്മളിത് നെക്സ്റ്റ് പേജിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ജസ്റ്റ് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഒരു ഇന്റർ പോലെ. ഓക്കെ, ലെവൽ ഓഫ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തരത്തിലുള്ള കെയർ ആണ് ഹോസ്പിറ്റൽസിന് പ്രൊവൈഡ് ചെയ്യുന്നത്, പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സബ് സെന്റേഴ്സ് എങ്ങനെയാണ്, റൂറൽ ഏരിയാസിലുള്ള സബ് സെന്റേഴ്സ് എങ്ങനത്തെ കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ബേസിക് ആയിട്ടുള്ള വാക്സിനേഷൻ അല്ലെങ്കിൽ ഇമ്മ്യൂണൈസേഷൻ പോലുള്ള ബേസിക് ആയിട്ടുള്ള കെയർ ഫെസിലിറ്റീസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ മെഡിക്കൽ കോളേജ് ഒക്കെ എങ്ങനെയാണ്, അവിടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്നുണ്ട്, സർജറീസ് നടക്കുന്നുണ്ട്. ഓക്കെ, അവിടെ ട്രെയിനിങ് ഉണ്ട്, റിസർച്ച് ഒക്കെ നടക്കുന്നുണ്ട് മെഡിക്കൽ കോളേജിൽ. ഓക്കെ, അപ്പോ ഈ ഹോസ്പിറ്റൽസിന് എങ്ങനെയാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഈ കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ ലെവൽ ഓഫ് കെയർ? ഓക്കെ മാം, ക്ലിയർ. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി ഫസ്റ്റ് പറയാൻ പോകുന്നത് സൈസിനെ കുറിച്ചാണ്. നമ്മൾ പറഞ്ഞു ബെഡ് കപ്പാസിറ്റി, നമ്പർ ഓഫ് ബെഡിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സൈസ്. Size of a hospital is generally measured by the number of inpatient beds it offers. On the basis of size, a hospital can be classified as small hospital, mid-sized hospital or a large hospital. എന്താണ് ആരാണ് ഇൻപേഷ്യന്റ് എന്ന് പറയുന്നത്? Who is inpatient? അഡ്മിറ്റ് ആക്കുന്ന പേഷ്യൻസ് ആയിട്ടുള്ള പേഷ്യന്റ് ആണ് ഇൻപേഷ്യന്റ്. ദെൻ ഔട്ട് പേഷ്യന്റ് ആരാണ്? കൺസൾട്ടേഷൻ ചെക്കപ്പിന് വന്നു പോകുന്നു. അഡ്മിറ്റ് ആകാത്ത പേഷ്യന്റ് അല്ലെങ്കിൽ ജസ്റ്റ് കൺസൾട്ടേഷന് വേണ്ടി മാത്രം വരുന്ന പേഷ്യന്റ് ആണ് ഔട്ട് പേഷ്യന്റ്. ഈ രണ്ട് ഡിഫറൻസ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, ഇൻപേഷ്യന്റും ഔട്ട് പേഷ്യന്റും. ഓക്കെ, അപ്പോ ഇവിടെ ഇൻപേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് നമ്പർ ഓഫ് ബെഡിന്റെ ബേസിലാണ് ഹോസ്പിറ്റൽസിനെ ഫസ്റ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, എന്താണ് ആ സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ഓർ എ ലാർജ് ഹോസ്പിറ്റൽ എന്നിങ്ങനെ 3 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്മോള്, മിഡ് സൈസ്, ലാർജ്. സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ് ഹോസ്പിറ്റൽ ഓർ ലാർജ് ഹോസ്പിറ്റൽ. ഓരോ ലാർജ് ഹോസ്പിറ്റൽ എന്താണ് ചെറിയ ഹോസ്പിറ്റൽ, പിന്നെന്താണ് ഇടത്തരം ഹോസ്പിറ്റൽസ്, പിന്നെന്താണ് ലാർജ് ഹോസ്പിറ്റൽസ്. ഓക്കെ, അത് ക്ലിയർ ആയെന്ന് കരുതുന്നു. അപ്പൊ സ്മോൾ ഹോസ്പിറ്റൽ എന്താണെന്ന് നോക്കാം. എന്താണ് സ്മോൾ ഹോസ്പിറ്റൽസ്? അതായത് അതിലെന്താ പറയുന്നത്? The hospital with approximately 30 or less beds are generally recognized as small hospital. അപ്പൊ സ്മോൾ ഹോസ്പിറ്റൽ എന്താണെന്ന് ചോദിച്ചാൽ എന്താ എഴുതേണ്ടത്? The hospital with approximately 30 or less beds, okay, are generally recognized as small hospitals. 30 അതിൽ താഴെയോ ബെഡ്സുകളുള്ള ഹോസ്പിറ്റലുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയി എന്താണ് സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന്? The hospitals with approximately 30 or less beds are generally recognized as small hospitals. 30 അതിൽ താഴെയോ ബെഡുള്ള ഹോസ്പിറ്റലുകളെയാണ് സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ്? സ്മോൾ ഹോസ്പിറ്റൽസ് ഹാവ് ലിമിറ്റഡ് റിസോഴ്സസ് ആൻഡ് ഡു നോട്ട് ഓഫർ ഹൈലി എൻഡ് കെയർ. Majority of the hospitals in India are small hospitals, especially in suburbans and rural areas. അപ്പൊ സബർബൻ അല്ലെങ്കിൽ റൂറൽ ഏരിയാസിൽ ഇന്ത്യയിലുള്ള മിക്ക ഹോസ്പിറ്റൽസും എങ്ങനെയാണ്? സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്.
അവിടെ എങ്ങനെയാണ് അവർക്ക് ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഓക്കെ, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് അല്ലേ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ, അതിനനുസരിച്ചുള്ള കെയർ മാത്രമേ അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പൊ സ്മോൾ ഹോസ്പിറ്റൽസിൽ എന്താ പറയുന്നത്, 30 ഓർ ലെസ് ബെഡ്, 30 അതിൽ കുറവോ ബെഡുകളുള്ള ഹോസ്പിറ്റലാണ് സ്മോൾ ഹോസ്പിറ്റൽസ്. പിന്നെന്താ പറയുന്നത്, എങ്ങനെയാണ് അവിടുത്തെ റിസോഴ്സസ്, അവിടെ റിസോഴ്സസ് എങ്ങനെയാണ്, വളരെ കുറവായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും. പിന്നെന്താണ്, ലാബും റേഡിയോളജി എന്തോ ക്ലിയർ ആയോ അത്? പിന്നെന്താ പറയുന്നത്, ഇറ്റ് ഈസ് എ കോമൺ പ്രാക്ടീസ് ഇൻ സ്മോൾ ഹോസ്പിറ്റൽസ് ടു ഔട്ട്സോഴ്സ് വേരിയസ് സർവീസസ് സച്ച് ആസ് ലബോറട്ടറി, റേഡിയോളജി ആൻഡ് ഫാർമസി. അപ്പൊ നമുക്കറിയാം ഇത്തരത്തിലുള്ള ക്ലിനിക്ക്, ഇപ്പൊ സപ്പോസ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ക്ലിനിക്ക്, പ്രൈവറ്റ് ക്ലിനിക്കിൽ നമ്മൾ ട്രീറ്റ്മെന്റിന് വേണ്ടി പോവുകയാണ്. അവിടെ എങ്ങനെയാണ്, അവിടെ ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും അല്ലേ, ചിലപ്പോ എന്താണ് മെഡിസിൻസ് ഒക്കെ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരാം അല്ലേ, ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നേക്കാം. പിന്നെന്താണ്, ടെസ്റ്റുകൾ നമുക്ക് അവിടെ അവൈലബിൾ ആയിരിക്കില്ല, അപ്പൊ നമ്മൾ പുറത്ത് ലബോറട്ടറീസിൽ പോയിട്ട് നമ്മൾ ടെസ്റ്റുകൾ എടുക്കണം. ക്ലിയർ ആയോ? ക്ലിയർ ആണോ ഇത്? പിന്നെന്താണ്, എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ ആൻഡ് സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് ആർ യൂഷ്വലി അറ്റ് എ വെരി ബേസിക് ലെവൽ ഇൻ സ്മോൾ ഹോസ്പിറ്റൽസ്. സ്മോൾ ഹോസ്പിറ്റൽസിൽ എന്താ പറയുന്നത്, എമർജൻസി കെയർ ആയാലും ഇന്റൻസീവ് കെയർ ആയാലും സർജിക്കൽ കെയർ ഫെസിലിറ്റീസ് എല്ലാം എങ്ങനെയാണ്, ബേസിക് ലെവലിലായിരിക്കും, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആയിരിക്കും ഓക്കെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് സ്മോൾ ഹോസ്പിറ്റൽസിൽ പറയുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് സ്മോൾ ഹോസ്പിറ്റൽസിൽ പറയുന്നത്? 30 ബെഡ്സോ അതിൽ താഴെയാണ് ഉണ്ടാവുള്ളൂ. ഓക്കെ, 30 ബെഡ്സ് അല്ലെങ്കിൽ അതിൽ താഴെ. പിന്നെന്ത് പുറത്തു ചെയ്യേണ്ടി വരും. റിസോഴ്സസ് എല്ലാം ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, പിന്നെ ബേസിക് കെയർ മാത്രമാണ് അവിടെ മരുന്നുകളൊക്കെ പുറത്തുനിന്ന് വാങ്ങണം, ലാബ് ടെസ്റ്റ് റിസോഴ്സ് ആണ്. അതായത് എന്താണ്, ഇത്തരം കാര്യങ്ങൾ ലാബ് ടെസ്റ്റ് അല്ലെങ്കിൽ മെഡിസിൻ ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വന്നേക്കാം. പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, ഇന്ത്യയിൽ ഇപ്പൊ മെജോറിറ്റി എങ്ങനെയാണ് സ്മോൾ ഹോസ്പിറ്റൽസ് ആണെന്നാണ് പറയുന്നത്. എവിടെ, റൂറൽ ഏരിയാസിൽ അല്ലെങ്കിൽ സബർബൻ ഏരിയാസിലൊക്കെ കാണപ്പെടുന്നത് സ്മോൾ ഹോസ്പിറ്റൽസ് ആണ്. ക്ലിയർ ആയോ? സ്മോൾ ഹോസ്പിറ്റൽസ് ക്ലിയർ ആണോ? അപ്പൊ സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ എത്രയാക്കിയാ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, സൈസിന്റെ ബേസിൽ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഹോസ്പിറ്റൽസ് ആൻഡ് പിന്നെന്തായിരുന്നു ലാസ്റ്റ് വൺ, ലാർജ് ഹോസ്പിറ്റൽ. അപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഇത്തിരി സ്പീഡ് കൂടി പോവേണമെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ, സ്പീഡ് കൂടുതലാണെന്ന് കേട്ടോ. ക്ലിയർ ആയില്ലെങ്കിൽ പറയണം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആയിരുന്നു മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. സ്മോൾ ഹോസ്പിറ്റൽ പറഞ്ഞു നമ്മൾ 30 ഓർ അതിൽ കുറവ് ബെഡ് ഉള്ളതാണ് സ്മോൾ ഹോസ്പിറ്റൽ. അങ്ങനെയാണെങ്കിൽ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് എന്താണ്? Mid-sized hospitals typically having 30 to 100 beds. Okay, note the point, 30 to 100 beds are also very popular in India. They have more resources than small hospitals and are better equipped to provide complex services. എന്താ പറയുന്നത്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്താ പറയുന്നത്? 30 മുതൽ 100 ബെഡ് വരെ. ആയിരുന്നു 30 ഓർ ലെസ് ആണ്. ഓക്കെ, 30 അതിൽ കുറവോ ആണ്. മിഡ് സൈസ്ഡ് ആയപ്പോ എങ്ങനെയായത്, 30 മുതൽ 100 ബെഡ്സ് വരെ, 30 to 100 ബെഡ്സ്. ക്ലിയർ ആണോ? 30 to 100 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിലെ പോപ്പുലർ വളരെയധികം ഉള്ളത് എങ്ങനെയാണ്, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ആണ്. പിന്നെന്താ പറയുക, ഇവിടുത്തെ റിസോഴ്സസ് എങ്ങനെയാണ് കമ്പയർഡ് ടു സ്മോൾ ഹോസ്പിറ്റൽസ്? സ്മോൾ ഹോസ്പിറ്റലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിലുള്ള എക്യുപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിസോഴ്സസിന്റെ കാര്യം എങ്ങനെയാണ്? ബെറ്റർ എക്യുപ്ഡ്. ഓക്കെ, ബെറ്റർ ആണ്. പിന്നെ എങ്ങനെയാണ്, ധാരാളം റിസോഴ്സസ് ഉണ്ട്. അവരെങ്ങനെയാണ്, പ്രൊവൈഡ് കോംപ്ലക്സ് സർവീസ് വരെയും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്പയർ ടു സ്മോൾ ഹോസ്പിറ്റൽസിനെ അപേക്ഷിച്ച് ഈ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിൽ ധാരാളം റിസോഴ്സസ് ഉണ്ട്, കോംപ്ലക്സ് ആയിട്ടുള്ള സർവീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
However, they are not so comprehensive as large hospitals. പക്ഷെ ലാർജ് ഹോസ്പിറ്റൽസിന് അത്രയും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ? സ്മോൾ ഹോസ്പിറ്റൽസിനേക്കാളും ഇല്ല. കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങനെയാണ്? ലാർജ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് കുറവാണ്. ക്ലിയർ ആയോ അത്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് they generally offer a reasonable level of emergency and intensive care and will have most of the clinical support such as diagnostics and in-house services. എന്തൊക്കെയാണ്? രോഗനിർണയം നടത്തുന്നുണ്ട്, പിന്നെന്താണ്? എമർജൻസി സിറ്റുവേഷൻസ് ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ അതായത് റീസണബിൾ ലെവൽ ആയിട്ടുള്ള കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? നോൺ ക്ലിനിക്കൽ സർവീസ്, അതായത് നോൺ ക്ലിനിക്കൽ സർവീസ് ആയിട്ടുള്ള ഫുഡ് സർവീസസ്, ലോണ്ട്രി, housekeeping etc. are usually outsourced in a mid-sized hospital. എന്തായിരുന്നു? ഇപ്പൊ നമുക്ക് ചില ഹോസ്പിറ്റൽസ് അറിയാം, നമുക്ക് ഫുഡൊക്കെ എന്താണ് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആയോ ഇത്? ഈ ഹോസ്പിറ്റൽസ് നോൺ ക്ലിനിക്കൽ സർവീസ് ആയിട്ടുള്ള ഫുഡ് സർവീസ് അല്ലെങ്കിൽ ലോണ്ട്രി ഒന്നും ഈ ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നില്ല. നമ്മൾ നേരത്തെ സ്മോൾ ഹോസ്പിറ്റൽസിൽ പറഞ്ഞു. സ്ക്രീൻ സ്ക്രോൾ ചെയ്യാനോ? ഓക്കെ, റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ റിജു? ക്ലിയർ ആണോ? ക്ലിയർ ആണല്ലോ അല്ലെ? അപ്പൊ എന്താണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തൊക്കെ കാര്യങ്ങളാണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിൽ പറയുന്നത്? എത്ര ബെഡാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? 100 ബെഡ് വരെയാണ് ഉള്ളത്. പിന്നെ ധാരാളം റിസോഴ്സുകൾ ഉണ്ട്. ബെറ്റർ ആണ്. ഓക്കെ, കമ്പയർഡ് ടു സ്മോൾ ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് റിസോഴ്സസ് കൂടുതലാണ്. പിന്നെന്താണ്? 30 to 100 ബെഡ്സ് ഉള്ള ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് എന്ന് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. പിന്നെന്താ പറയുന്നത്? പിന്നെന്തൊക്കെ കാര്യമാ പറഞ്ഞത്? നോൺ ക്ലിനിക്കൽ സർവീസ്, അതായത് ഫുഡ് സർവീസ്, ലോണ്ട്രി, ഹൗസ് കീപ്പിംഗ്. ആ ഫുഡ് സർവീസ് ഇതുപോലത്തെ സർവീസ് ഒന്നും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, പിന്നെന്തായിരുന്നു? അവര് രോഗനിർണയം നടത്തുന്നുണ്ട്. ഒരു റീസണബിൾ ആയിട്ടുള്ള ലെവലിലുള്ള എല്ലാ കെയറും ആ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ക്ലിയർ ആയോ? മെയിൻലി ഓർത്തിരിക്കേണ്ടത് 30 or less ബെഡ് ആണെങ്കിൽ അത് സ്മോൾ ഹോസ്പിറ്റൽ ആണ്. 30 to 100 ബെഡ്സ് ആണെങ്കിൽ അതായത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. ക്ലിയർ ആണോ അത്? യെസ് മാം. then third one ഏതാണ്? ലാർജ് ഹോസ്പിറ്റൽസ്. Hospitals with more than 100 beds. Okay, more than 100 beds are recognized as large hospitals. എങ്ങനെയാണ് ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്? മോർ ദാൻ 100 ബെഡ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. Very often these hospitals offer multiple specialty and super specialty services. നമ്മൾ കേട്ടിട്ടില്ലേ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? Okay, the large hospitals have plentiful resources to handle large number of patients and complex health issues. അതായത് ലാർജ് നമ്പർ ഓഫ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എവിടെയുണ്ട്? ലാർജ് ഹോസ്പിറ്റൽ. എന്താണ്? കോംപ്ലക്സ് ഇഷ്യൂസ്. ഓക്കെ, പലതരം കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസീസസിനെ ട്രീറ്റ് ചെയ്യുന്നത് ഇങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസിലൊക്കെയാണ്. ഓക്കെ, നമുക്ക് ആ സിറ്റുവേഷനിൽ നമുക്ക് സ്മോൾ ഹോസ്പിറ്റൽസിലോട്ട് ആ പേഷ്യന്റിനെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻസിൽ ഇപ്പൊ ഒരു ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഹാർട്ട് ഡിസീസ്, ഹാർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസീസസ് വരുന്ന സിറ്റുവേഷൻസിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അല്ലെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ആയിരിക്കും സെർച്ച് ചെയ്യുന്നത് അല്ലെ. അത്തരം ഹോസ്പിറ്റൽസിലോട്ടായിരിക്കും നമ്മൾ ആ പേഷ്യന്റിനെ കൊണ്ടുപോകുന്നത്. ക്ലിയർ അല്ലേ? They typically have completely developed ICU, operation theatre complex, emergency care units and all other clinical support units such as laboratory, radiology department ഒക്കെ ഈ ഹോസ്പിറ്റൽസ് ഉണ്ട്. എങ്ങനെയാണ്? മോസ്റ്റ് ഡെവലപ്ഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ICU, ഓപ്പറേഷൻ തിയേറ്റർ കോംപ്ലക്സ് ഒക്കെ എവിടെയുണ്ട്? ഇത്തരം അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് കാണാൻ കഴിയുകയുള്ളൂ നമുക്ക് ലാർജ് ഹോസ്പിറ്റൽസിലാണ്. ഇത്തരം അഡ്വാൻസ്ഡ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ലാർജ് ഹോസ്പിറ്റൽസ് ആണ്. അപ്പൊ ഈ 3 ഹോസ്പിറ്റൽസ് ക്ലിയർ ആണോ?
ഏതൊക്കെയായിരുന്നു 3 ഹോസ്പിറ്റൽസ് സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു? ഏതൊക്കെയാണ് 3 എണ്ണം? ഓക്കെ, ആതിര കണ്ടിന്യൂ. ഏതൊക്കെയായിരുന്നു? സൈസിന്റെ ബേസിൽ നമ്മൾ ഹോസ്പിറ്റൽസിനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽ. ഓക്കെ, ലാർജ് ഹോസ്പിറ്റൽ, സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആൻഡ് ലാർജ് ഹോസ്പിറ്റൽ. ദെൻ ഐശ്വര്യ, എന്തായിരുന്നു സ്മോൾ ഹോസ്പിറ്റലിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഐശ്വര്യ? യെസ് മാം, സ്മോൾ ഹോസ്പിറ്റലില് ബെഡ് എന്ന് പറയുന്നത് 30 ഓർ ലെസ് ആയിരിക്കും ബെഡിന്റെ കപ്പാസിറ്റി. ഓക്കെ, പിന്നെ അവിടെ ലിമിറ്റഡ് റിസോഴ്സേ ഉണ്ടായിരിക്കുള്ളൂ ആ ഹോസ്പിറ്റലില്. ഹൈ കെയർ ഒന്നും അവിടെ കിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ കൂടുതലായിട്ട് അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസിലും ആണ് ഇന്ത്യയിൽ ഈ സ്മോൾ ഹോസ്പിറ്റൽ കാണുന്നത്. അർബൻ അല്ല, സബർബൻസ്. ഓക്കെ, അതായത് ബൗണ്ടറീസില്, ടൗണിലല്ല, റൂറൽ ഏരിയാസിലും അല്ല, അതിർത്തികളില്. ഓക്കെ, സബർബൻ ഏരിയാസ്, റൂറൽ ഏരിയാസ്. പിന്നെ എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ, അങ്ങനത്തെ സർജറി ഫെസിലിറ്റീസ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്മോൾ ഹോസ്പിറ്റലിനേക്കാൾ ബെറ്റർ ആയ രീതിയിൽ. നമ്മളിപ്പോ സ്മോൾ ഹോസ്പിറ്റലാണ് ഡിസ്കസ് ചെയ്യുന്നത്. സ്മോൾ ഹോസ്പിറ്റലിനെ കുറിച്ചാണ് പറയാൻ പറഞ്ഞത്. സോറി മാഡം, ഈ ഇന്ത്യൻ ICU അതുപോലെ തന്നെ സർജിക്കൽ ഫെസിലിറ്റീസ്, എമർജൻസി കെയർ ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നു. അതിലൊക്കെ ഐശ്വര്യക്ക് കൺഫ്യൂഷൻ ഉണ്ടെന്ന് തോന്നുന്നു. നിഷ എന്താണ് സ്മോൾ ഹോസ്പിറ്റൽ? സ്മോൾ ഹോസ്പിറ്റൽ 30 താഴെയായിരിക്കും ബെഡിന്റെ എണ്ണം. അതുപോലെ തന്നെ വളരെ ലിമിറ്റഡ് റിസോഴ്സസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ അവിടെ. നമുക്ക് അതുപോലെ ഇന്ത്യയില് റൂറൽ ആയിട്ടുള്ള സ്ഥലത്തും സബ് അർബൻ ആയിട്ടുള്ള സ്ഥലത്തുമാണ് കൂടുതൽ നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽസ് കണ്ടുവരുന്നത്. അതുപോലെ ലബോറട്ടറി, റേഡിയോളജി, ഫാർമസി ഇങ്ങനെയുള്ള സർവീസസ് ഒന്നും അവിടെ നമുക്ക് ലഭ്യമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇതൊക്കെ പുറത്തുനിന്നായിരിക്കും കിട്ടുക. അതുപോലെ തന്നെ എമർജൻസി കെയർ അല്ലെ ICU പോലുള്ള വലിയ വലിയ ഫെസിലിറ്റീസ് ഒന്നും ഇങ്ങനെയുള്ള ഹോസ്പിറ്റൽസിൽ ഉണ്ടാവില്ല. മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ച് ഇവിടെ ഉണ്ടാവില്ല. ബേസിക് ലെവൽ ആയിട്ടുള്ള കെയർ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇത്? ഐശ്വര്യ ക്ലിയർ ആയോ? ക്ലിയർ ആയി മാം. ഓക്കെ, ദെൻ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്തായിരുന്നു? മിലാൻ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്. മിലാൻ. Then അശ്വതി ഇല്ല. അശ്വതി യെസ് മാം. പറഞ്ഞോളൂ, എന്താണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ്? അതിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 to 100 ബെഡ്സ് ആണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ ധാരാളം റിസോഴ്സുകൾ ഉണ്ട് അവിടെ. കോംപ്ലക്സ് ആയിട്ടുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലാർജ് ഹോസ്പിറ്റലിനെ അപേക്ഷിച്ചിട്ട് അത്രയും അവിടെ ഇല്ല. പിന്നെ അവിടെ നോൺ ക്ലിനിക്കൽ സർവീസ് ആണ് വരുന്നത്. ഫുഡ് സർവീസ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് എന്നിവയൊന്നും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതൊക്കെ നമ്മൾ പുറത്തുനിന്ന് സംഘടിപ്പിക്കണം. ഓക്കെ, ഫുഡ് ഒക്കെ ആണെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കണം. ക്ലിയർ ആണോ? ഓക്കെ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് ക്ലിയർ അല്ലേ? എന്തായിരുന്നു ലാർജ് ഹോസ്പിറ്റൽസ്? നെഹ്റിൻ ഉണ്ടോ? ലാർജ് ഹോസ്പിറ്റൽസ് 100 ബെഡ്സ് മാത്രമേ പ്രൊവൈഡ് ചെയ്യത്തുള്ളൂ. മോർ ദാൻ 100 ബെഡ്സ്. ഓക്കെ, മോർ ദാൻ 100 ആണ്. 100-ൽ പരം ഹോസ്പിറ്റൽ, 100-ൽ കൂടുതൽ ബെഡുകളുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ ലാർജ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, മോർ ദാൻ 100. പിന്നെന്താണ്? പിന്നെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആയിരിക്കും. എൽമ എന്താ ലാർജ് ഹോസ്പിറ്റൽസിൽ എന്താ പറയുന്നത്? ലാർജ് ഹോസ്പിറ്റൽസ് മോർ ദാൻ 100 ബെഡ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ സ്പെഷ്യാലിറ്റി ആൻഡ് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോംപ്ലക്സ് ഡിസീസിനെ ട്രീറ്റ് ചെയ്യുന്നു. അഡ്വാൻസ് ഡെവലപ്ഡ് ആയിട്ടുള്ള ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി കെയർ എല്ലാം
ലഭ്യമാണ്. അതുകൂടാണ്ട് ലബോറട്ടറി, റേഡിയോളജി സർവീസസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഹോസ്പിറ്റൽസ് ക്ലിയർ ആണല്ലോ. സ്മോൾ സൈസ്, സ്മോൾ ഹോസ്പിറ്റൽ, മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ ആൻഡ് ലാർജ് ഹോസ്പിറ്റൽസ്. ദെൻ ലെവൽ ഓഫ് കെയർ. അപ്പൊ സൈസിന്റെ ബേസിൽ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന ഹോസ്പിറ്റൽസ് ക്ലിയർ ആണല്ലോ. പിന്നെ എന്തായിരുന്നു സൈസ് കഴിഞ്ഞാൽ പിന്നെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? പിന്നെ എന്തിന്റെ ബേസിലാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ലെവൽ ഓഫ് കെയർ. ലെവൽ ഓഫ് കെയർ. ഓക്കെ, അതിന്റെ ബേസിൽ എങ്ങനെയാണെന്ന് നോക്കാം. അനദർ ബേസിസ് ഓഫ് ക്ലാസിഫൈയിങ് ഹോസ്പിറ്റൽ ഈസ് ലെവൽ ഓഫ് കെയർ. Okay, which are basically three: primary care, secondary care and tertiary care. അപ്പോൾ ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യോ? റിജോ, സ്ക്രീൻ സ്ക്രോൾ ചെയ്യാവോ? നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും PDF എടുത്തു വെക്കണം കേട്ടോ കയ്യില്. എല്ലാവരുടെ കയ്യിലുണ്ടോ? PDF ഉണ്ടോ എല്ലാവരുടെ കയ്യില്? ഉണ്ട് മാം. ഉണ്ട് മാം. അപ്പൊ ഇതിൽ കണ്ടോ ലെവൽ ഓഫ് കെയർ കണ്ടോ? കണ്ടില്ല. സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യോ? PDF ഉണ്ട് മാം കയ്യില്. ക്ലാസ് എടുത്തോ? ഓക്കെ. അപ്പൊ ലെവൽ ഓഫ് കെയർ. അപ്പൊ കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് ഏതൊക്കെയാണത്? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, പ്രൈമറി, സെക്കൻഡറി. ഓക്കെ, പ്രൈമറി കെയർ എന്തായിരിക്കും? പ്രൈമറി കെയർ the hospitals that provide basic medical care such as outpatient consultation, vaccination, medicine for simple ailment or seasonal infection, normal deliveries etc. ഓക്കെ, അതായത് എന്താണ്? ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ്. ഓക്കെ, എന്തൊക്കെ കെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? ബേസിക് ആയിട്ടുള്ള എന്തൊക്കെയാണ്? വാക്സിനേഷൻ, പിന്നെന്താണ്? ഔട്ട് പേഷ്യന്റ് കൺസൾട്ടേഷൻ, ഡോക്ടറെ വന്ന് കാണാം. പിന്നെന്താണ്? വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെഡിസിൻ ഫോർ സിമ്പിൾ എയിൽമെന്റ്, ഓക്കെ, മെഡിസിൻസ്, ചെറിയ അസുഖങ്ങൾക്കുള്ള മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സീസണൽ ഇൻഫെക്ഷൻ, പിന്നെ നോർമൽ ഡെലിവറീസ്. ക്ലിയർ ആണല്ലോ? ഇത്തരം കാര്യങ്ങളാണ് പ്രൈമറി കെയറിൽ വരുന്നത്. are called primary care hospitals. In government system, primary health centers are the hospitals that provide primary care. അപ്പൊ in ഗവൺമെന്റിലാണെങ്കിൽ ഗവൺമെന്റ് സെക്ടർ പഠിച്ചു നമ്മളല്ലേ? പ്രൈവറ്റ് സെക്ടർ ഹോസ്പിറ്റൽസ് ഉണ്ട്, പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പൊ ഇൻ പബ്ലിക് സെക്ടർ ഹോസ്പിറ്റൽസിൽ ഏതാണ് പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്? PHC. PHC നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽസിന് പബ്ലിക് ഹോസ്പിറ്റൽസ് ഉണ്ടല്ലേ? പബ്ലിക് ഹോസ്പിറ്റൽസ് ഗവൺമെന്റ് റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്, അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ കമ്പനീസ് റൺ ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അതിൽ ഏത് ഹോസ്പിറ്റൽസ് ആണ്? ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള PHC ആണ് പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്. അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, എന്തൊക്കെ കെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്? OP കൺസൾട്ടേഷൻ, വാക്സിനേഷൻ, മെഡിസിൻ, സീസണൽ ഇൻഫെക്ഷൻ, നോർമൽ ഡെലിവറി. അതായത് ചെറിയ അസുഖങ്ങൾക്കുള്ള സ്ക്രീൻ സ്ക്രോൾ, റിജോ സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? മാം അത് PDF എടുത്ത് വെക്കാത്തുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത് സ്ക്രീൻ സ്ക്രോൾ ചെയ്യാൻ. ഞങ്ങൾ നോട്ട് എഴുതണ്ടേ, അപ്പൊ അത് നോക്കിയിട്ടാണ്. ഓക്കെ. നെക്സ്റ്റ് ക്ലാസ്സിൽ എല്ലാവരും PDF ആയിട്ട് കയറണോട്ടോ ക്ലാസ്സില്. റിജു സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യാവോ? ലെവൽ ഓഫ് കെയർ. ഓക്കെ, ഇപ്പൊ ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിന് എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? മൂന്നായിട്ട്. ഏതൊക്കെയാണത്? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ, ടെറിഷറി കെയർ. ഓക്കെ, പ്രൈമറി കെയറിൽ എന്താ പറയുന്നത്?
The hospitals that provide എന്തൊക്കെയാണ് basic medical care. ഏതൊക്കെയാണ് basic ആയിട്ടുള്ള medical care? Outpatient consultation, vaccination, സീസണൽ ഇൻഫെക്ഷൻസ്. ഓക്കെ, ചെറിയ അസുഖങ്ങൾക്കുള്ള മെഡിസിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്, നോർമൽ ഡെലിവറീസ്. ഇത്തരം ആർ കോൾഡ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ്. ഇത്തരം ഹോസ്പിറ്റൽസിനെയാണ്, ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിനെയാണ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പൊ ഇൻ ഗവൺമെന്റ് സിസ്റ്റത്തിലാണെങ്കിൽ ഏതാണ് പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്? PHC. എന്താണ് PHC? Primary health centers. Primary care hospitals are simple organization with limited resources. ഓക്കെ, അവിടെ എന്തുകൊണ്ട് ബേസിക് കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്? അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആയോ? അപ്പോ പ്രൈമറി കെയർ ക്ലിയർ ആണോ? ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെറിഷറി കെയർ. പ്രൈമറി കെയറിന്റെ പ്രത്യേകതകൾ എന്താണ്? ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ആണ് പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ്. അവരെന്തൊക്കെ കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പേഷ്യന്റിന്? ഔട്ട്പേഷ്യന്റ് consultation, seasonal infection medicine, normal delivery. അതായത് ചെറിയ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോംപ്ലക്സ് ആയിട്ടുള്ള ഡിസീസിനൊക്കെ അവിടെ ട്രീറ്റ് ചെയ്യോ? ഇല്ല. ഓക്കെ, അപ്പൊ ബേസിക് ആയിട്ടുള്ള ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ബേസിക് എന്ന് പറയാൻ കാരണം? അവിടുത്തെ റിസോഴ്സ് എങ്ങനെയാണ്? ലിമിറ്റഡ് ആണ്. അതുകൊണ്ടാണ് ബേസിക് ആയിട്ടുള്ള കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത്. അപ്പൊ അത് ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് വൺ ഏതാണ്? സെക്കൻഡറി കെയർ. സെക്കൻഡറി കെയറിൽ എന്താ പറയുന്നത്? These are hospitals that offer medical care which is one level higher than primary care. Okay, such hospitals will offer treatments such as general surgery, non-complex specialty surgeries, basic intensive care, clinical procedures, cesarean delivery, etc. Okay, അപ്പൊ സെക്കൻഡറി കെയർ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്? പ്രൈമറി കെയറിനേക്കാളും കുറച്ചുകൂടി ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പ്രൈമറി കെയറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി ഫെസിലിറ്റീസ് ഈ സെക്കൻഡറി കെയറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? ജനറൽ സർജറീസ്, ഓക്കെ, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? നോൺ കോംപ്ലക്സ്, അതായത് കോംപ്ലക്സ് അല്ലാത്ത സർജറീസ് ഒക്കെ അവിടെ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ബേസിക് ആയിട്ടുള്ള ഇന്റൻസീവ് കെയർ, ഓക്കെ, അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിനിക്കൽ പ്രൊസീജിയേഴ്സ്, സിസേറിയൻ ഡെലിവറീസ്, ഇത്തരം കാര്യങ്ങൾക്കുള്ള കെയർ പ്രൊവൈഡ് ചെയ്യുന്നത് സെക്കൻഡറി കെയർ ആണ്. ഓക്കെ, സെക്കൻഡറി കെയറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെ കാര്യങ്ങൾ ജനറൽ സർജറി, നോൺ കോംപ്ലക്സ് സർജറീസ്, ും കുറച്ചുകൂടി ഫെസിലിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണത്? സർജറി, കോംപ്ലക്സ് സർജറി, intensive care clinical procedure, cesarean ഡെലിവറി. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ സെക്കൻഡറി കെയറിലാണ് വരുന്നത്. ക്ലിയർ ആണോ? ബേസിക് ട്രീറ്റ്മെന്റ് ആണെങ്കിൽ അത് പ്രൈമറി കെയറിലാണ് വരുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ഇൻ ഗവൺമെന്റ് സിസ്റ്റം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റേഴ്സ് ആൻഡ് ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ആർ കൺസിഡേർഡ് ആസ് സെക്കൻഡറി കെയർ ലെവൽ ഹോസ്പിറ്റൽസ്. അപ്പൊ ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഏതാണ് സെക്കൻഡറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്? ഏതാണ്? കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ, CHC, community health സെന്റർ. പിന്നെന്താണ്? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്, ഓക്കെ, ജില്ലാ ആശുപത്രി. അപ്പൊ ഡിസ്ട്രിക്ട് ഡിവിഷണൽ ഹോസ്പിറ്റൽസ് ഒക്കെ എന്താണ്? സെക്കൻഡറി കെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്തരം ഹോസ്പിറ്റൽസിൽ എന്താണ്? സിസേറിയൻ നടക്കുന്നുണ്ട്. ഓക്കെ, പിന്നെന്താണ്? കോംപ്ലക്സ് അല്ലാത്ത സർജറീസ് നടത്തുന്നുണ്ട്. ട്രീറ്റ്മെന്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? Secondary care hospitals are better resourced than primary hospitals and can handle a large number of emergency cases. Most of the small and mid-sized private hospitals described in earlier section generally offer secondary care.
ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്ത്യയിലുള്ള മെജോറിറ്റി ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലും പ്രൊവൈഡ് ചെയ്യുന്ന കെയർ ഏതാണ്? സെക്കൻഡറി കെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് സെക്കൻഡറി കെയറിൽ പറയുന്നത്? പ്രൈമറി കെയറിനേക്കാളും, ഓക്കെ, പ്രൈമറി ഹോസ്പിറ്റൽസിനേക്കാളും കുറച്ചുകൂടി ഫെസിലിറ്റീസ് സെക്കൻഡറി ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? അപ്പൊ സെക്കൻഡറി കെയർ ക്ലിയർ ആണോ? സെക്കൻഡറി കെയർ സെക്കൻഡറി കെയറിൽ വരുന്ന ഹോസ്പിറ്റൽസ് ഏതൊക്കെയാണ്? ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് ഉണ്ട്. പിന്നെന്താണ്? ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. അവിടെ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ്, എന്തൊക്കെ കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് കമ്പയർ ടു പ്രൈമറി കെയർ? ജനറൽ സർജറി, ബേസിക് ഇന്റൻസീവ് കെയർ ക്ലിനിക്കൽ, പിന്നെന്തായിരുന്നു? സിസേറിയൻ ഡെലിവറി, സിസേറിയൻ ഡെലിവറി, ജനറൽ സർജറീസ് ഒക്കെ ഈ സെക്കൻഡറി കെയർ, സെക്കൻഡറി ഹോസ്പിറ്റൽസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ക്ലിയർ ആണല്ലോ. The last one is tertiary care. These are hospitals with most advanced level of care. Generally, they offer super specialty care which is required in the field of cardiac, neuro, nephro, cancer, etc. Tertiary care hospital will have most advanced equipment and doctors level of qualification and expertise. The operation theaters and ICU of such hospital will typically be state-of-art government system. The medical college hospitals are tertiary care level. അപ്പൊ ടെറിഷറി കെയറിൽ എങ്ങനെയാണ് സർവീസസ് അല്ലെങ്കിൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്? എങ്ങനെയാണ്? മോസ്റ്റ് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആണ് ടെറിഷറി കെയറിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എങ്ങനെയാണ്? അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ. ഓക്കെ, എന്താണ്? സൂപ്പർ സ്പെഷ്യാലിറ്റി, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സ്പെഷ്യലൈസ്ഡ് ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. ഏതൊക്കെയാണ്? കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ്, അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് കാണപ്പെടുന്നത് എത്തരം ഹോസ്പിറ്റൽസിലാണ്? സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ. ടെറിഷറി ലെവൽ ഹോസ്പിറ്റൽസിലാണ് ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെന്താ പറയുന്നത്? അവിടുത്തെ ഡോക്ടേഴ്സ് എങ്ങനെയായിരിക്കും? അവിടുത്തെ എക്യുപ്മെന്റ്സ് എങ്ങനെയാണ്? അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ള, ഓക്കെ, അതിനൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ് ഇത്തരം ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഡോക്ടേഴ്സ് എങ്ങനെയാണ്? ഹൈലി എങ്ങനെയാണ്? ട്രെയിൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും ഇത്തരം ഹോസ്പിറ്റൽസിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് സിസ്റ്റത്തിൽ ഏതാണ് വരുന്നത്? ടെറിഷറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഏതാണ്? അണ്ടർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആണ് ഗവൺമെന്റ് സിസ്റ്റത്തിൽ താഴെ പറയുന്ന ടെറിഷറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ്. ഓക്കെ, പബ്ലിക് സെക്ടറിലാണെങ്കിൽ, പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ എങ്ങനെയാണ്? ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ഉണ്ട്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയോ? ടെറിഷറി കെയർ എന്താണെന്ന് ക്ലിയർ ആയോ? ടെറിഷറി കെയറിൽ എങ്ങനെയാണ്? അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡോക്ടേഴ്സ് എങ്ങനെയാണ്? നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇത് ക്ലിയർ ആണല്ലോ. അപ്പൊ ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രൈമറി കെയർ, സെക്കൻഡറി കെയർ ആൻഡ് ടെർഷറി കെയർ. പ്രൈമറി കെയർ ഹോസ്പിറ്റൽസ്, പ്രൈമറി കെയർ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. പിന്നെന്താണ്? സെക്കൻഡറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. പിന്നെന്താണ്? ടെറിഷറി കെയർ, അതായത് അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസും ഉണ്ട്. അപ്പൊ പ്രൈമറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസ് ഏതാണ്? ഓക്കെ, ദെൻ സെക്കൻഡറി കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെങ്കിലോ? ഹോസ്പിറ്റൽസ്. ഓക്കെ, ദെൻ ടെറിഷറി കെയർ വരുന്നത് ഏതിലാണ്? മെഡിക്കൽ കോളേജ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഒന്നുകൂടി നോക്കാം, ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കാം. അപ്പൊ നമുക്ക് ഹോസ്പിറ്റൽസിനെ ഡിഫറെന്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഏതിന്റെയൊക്കെ ബേസിലാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്?
Size, level of Size, Size, level of level care, of care, clinical clinical specialties, specialties, ownership, system of system, medicine, length of stay. ലെവൽ ഓഫ് കെയർ. മിലാൻ കണ്ടിന്യൂ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. മിലാൻ. ഓർ രതീഷ് ഉണ്ടോ? രതീഷ്. ഓക്കെ, ശ്രീ. അപ്പൊ ഏതൊക്കെയാണ് ഹോസ്പിറ്റൽസിനെ സൈസിന്റെ ലെവലിൽ, ഓക്കെ, സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നത്? എന്താണ് സൈസ് എന്ന് പറഞ്ഞാല്? Number of bed Number of capacity. ബെഡിന്റെ നമ്പർ ഓഫ് ബെഡിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെന്തായിരുന്നു? ലെവൽ ഓഫ് കെയർ. എന്തായിരുന്നു ലെവൽ ഓഫ് കെയർ? ഓക്കെ, ആതിര കണ്ടിന്യൂ. എന്തായിരുന്നു ലെവൽ ഓഫ് കെയർ? എത്രത്തിലുള്ള കെയർ ആണ് പേഷ്യന്റിന് കൊടുക്കേണ്ടതെന്നുള്ളത്. അതിന്റെ ബേസിൽ ഓക്കെ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? പിന്നെ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്. ഓക്കെ. പിന്നെ എന്തിന്റെ ബേസിലാണ്? പിന്നെ ഓണർഷിപ്പിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സിസ്റ്റം ഓഫ് മെഡിസിൻ അതിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആയുർവേദ ഹോസ്പിറ്റൽ, ഹോമിയോപ്പതി ഹോസ്പിറ്റൽ കേട്ടിട്ടില്ലേ? ഓക്കെ. എന്താണ് അതിലെന്താ പറയുന്നത്? ലെങ്ത് ഓഫ് സ്റ്റേയിൽ എന്താ പറയുന്നത്? ലോങ് ടൈം ട്രീറ്റ്മെന്റ് കുറിച്ച്. നമ്മൾ ഹോസ്പിറ്റൽസിൽ സ്റ്റേ ചെയ്യുന്നത് ലോങ് പീരീഡിലേക്കാണോ അല്ലെങ്കിൽ ഷോർട്ട് പീരീഡിലോട്ടാണോ? ഓക്കെ, അതിന്റെ ബേസിൽ ഓക്കെ ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ആണല്ലോ. സൈസിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? 3 ആയിട്ട്. ഏതൊക്കെയാണ് നിഷ? സ്മോൾ ഹോസ്പിറ്റൽ, മിഡിൽ സൈസ് ഹോസ്പിറ്റൽ, ലാർജ് ഹോസ്പിറ്റൽസ്. ഓക്കെ, സ്മോൾ ഹോസ്പിറ്റൽസ് എന്താ പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽസിൽ എന്തൊക്കെ കാര്യങ്ങളാ പറയുന്നത്? എങ്ങനെയുള്ള ഹോസ്പിറ്റലിനെയാണ് സ്മോൾ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്? 30 or less ബെഡ് ആയിരിക്കും, ലിമിറ്റഡ് റിസോഴ്സ് ആയിരിക്കും, ഒരു ഡോക്ടർ ഉണ്ടായിരിക്കും, മെഡിസിൻ എല്ലാം പുറത്തുനിന്നായിരിക്കും, എമർജൻസി കെയർ അങ്ങനെയുള്ള ബേസിക് ലെവൽ കെയർ പ്രൊവൈഡ് ചെയ്യും. പിന്നെ ടെസ്റ്റുകളും ലബോറട്ടറി ടെസ്റ്റുകൾ, മെഡിസിൻ എല്ലാം പുറത്തുനിന്നായിരിക്കും. ഓക്കെ, അപ്പൊ 30 അല്ലെങ്കിൽ ലെസ് ദാൻ 30, 30 അതിൽ കുറവോ ബെഡുകളുള്ള ഹോസ്പിറ്റലിനെയാണ് നമ്മൾ സ്മോൾ ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അത് ലിമിറ്റഡ് റിസോഴ്സസ് ആയിരിക്കും അവിടെ ഉണ്ടായിരിക്കുന്നത്. പിന്നെന്താണ്? ലബോറട്ടറി, റേഡിയോളജി, ഇതിന്റെ സർവീസ് നമ്മൾ പുറത്തുനിന്ന് മരുന്നൊക്കെ പുറത്തുനിന്ന് നമ്മൾ വാങ്ങിക്കണം. പിന്നെന്താണ്? ബേസിക് ലെവൽ ആയിട്ടുള്ള ഫെസിലിറ്റീസ് അല്ലെങ്കിൽ കെയർ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് സ്മോൾ ഹോസ്പിറ്റൽസിൽ. ദെൻ കം ടു മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽ. എന്താണ് മിഡ് സൈസ്ഡ് ഹോസ്പിറ്റലിൽ പറയുന്നത്? എൽമ? 30 മുതൽ 100 ബെഡ് വരെ അവൈലബിൾ ആണ്. അത്തരം ഹോസ്പിറ്റൽസിനെയാണ് നമ്മൾ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സ്മോൾ ഹോസ്പിറ്റൽസിന് അനുസരിച്ച് ബെറ്റർ എക്യുപ്മെന്റ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് കോംപ്ലക്സ് ഡിസീസ് സർവീസ്, അതിനു വേണ്ടിയിട്ടുള്ള സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റീസണബിൾ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്, അതായത് എമർജൻസി കെയർ, ഇന്റൻസീവ് കെയർ എല്ലാം ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നോൺ ക്ലിനിക്കൽ സർവീസസ് ആയ ഫുഡ്, ലോണ്ടറി, ഹൗസ് കീപ്പിംഗ് അതൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇതെല്ലാം നമ്മൾ പുറത്തുനിന്ന് സംഘടിപ്പിക്കണം. ഓക്കെ, അപ്പോ മിഡ് സൈസ്ഡ് ഹോസ്പിറ്റൽസിന് എങ്ങനെയാണ്? സ്മോൾ ഹോസ്പിറ്റൽസിനെ അപേക്ഷിച്ച് കൂടുതൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ലാർജ് ഹോസ്പിറ്റൽസിനെ അപേക്ഷിച്ച് എങ്ങനെയാണ്? കുറവാണ്. ഓക്കെ, ക്ലിയർ ആയല്ലോ? ലാർജ് ഹോസ്പിറ്റൽസിൽ എന്താ പറയുന്നത്? അശ്വതി, ലാർജ് ഹോസ്പിറ്റൽസ്. അശ്വതി, ഐശ്വര്യ. ഓക്കെ മാം, ലാർജ് ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്ന മോർ ദാൻ 100 ബെഡ്സ് ആയിരിക്കും. ഓക്കെ, പിന്നെന്താണ്? മോർ ദാൻ 100 ബെഡ്സ് ആണ്. ഇവിടത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ മൾട്ടി സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ
അതായത് കുറെ മോർ ദാൻ പേഷ്യൻസിന് ഇവിടെ കോംപ്ലക്സ് ഹെൽത്ത് ഇഷ്യൂസിനൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ മോർ അഡ്വാൻസ് ആയിട്ടുള്ള ICU അവരെ ട്രീറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് അത്തരം ഹോസ്പിറ്റൽസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, എന്താ പറയുന്നത്? അഡ്വാൻസ്ഡ് ICU, ഓപ്പറേഷൻ തിയേറ്റർ, എമർജൻസി കെയർ യൂണിറ്റ് അതൊക്കെ അഡ്വാൻസ്ഡ് ലെവലായിരിക്കും. വെൽ എക്യുപ്പൈഡ് എക്യുപ്പൈഡ് ആയിരിക്കും. പിന്നെ അഡ്വാൻസ്ഡ് ലെവൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഇത്തരം ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് മാം. എന്തിന്റെ ബേസിലാണ് സൈസ് കഴിഞ്ഞാൽ പിന്നെ എന്തിന്റെ ബേസിലാണ് ഹോസ്പിറ്റൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ലെവൽ ഓഫ് കെയർ. ലെവൽ ഓഫ് കെയറിന്റെ ബേസിൽ ഹോസ്പിറ്റൽസിനെ പ്രൈമറി കെയർ, സെക്കൻഡറി ആൻഡ് ടെറിഷ്യറി കെയർ എന്നിങ്ങനെ 3 കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് വൺ ആണ് പ്രൈമറി കെയർ. പ്രൈമറി കെയറിൽ എന്താ പറയുന്നത്? ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നു. ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എത്തരം ഹോസ്പിറ്റൽസ് ആണ്? PHC. ഓക്കെ, ഗവൺമെന്റ് സിസ്റ്റത്തിലാണ് PHC ആണ്. ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ ആണ് ഇത്തരം ഹോസ്പിറ്റൽസിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ എന്ന് പറയാൻ കാരണം? അതായത് വാക്സിനേഷൻ, സീസണൽ ഇൻഫെക്ഷൻ, ലിമിറ്റഡ് റിസോഴ്സസ് അവിടെ ഉള്ളു അല്ലേ? റിസോഴ്സസുകൾ ലിമിറ്റഡ് ആണ്. അതുകൊണ്ടാണ് മെഡിക്കൽ കെയർ എങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ കെയർ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തൊക്കെ കെയർ ആണ് ബേസിക് ആയിട്ടുള്ള എന്തൊക്കെ കെയർ ആണ് ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്? വാക്സിനേഷൻ, ഔട്ട്പേഷ്യൻ കൺസൾട്ടേഷൻ, സീസണൽ ഇൻഫെക്ഷൻ മെഡിസിൻ, സീസണൽ ആയിട്ടുള്ള ഇൻഫെക്ഷൻ മെഡിസിൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ എന്തൊക്കെയാണ് പ്രൈമറി കെയർ അല്ലെങ്കിൽ PHC പ്രൊവൈഡ് ചെയ്യുന്ന എന്തൊക്കെ സർവീസ് ആണെന്ന് ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് ഏതാണ്? സെക്കൻഡറി കെയർ. സെക്കൻഡറി കെയറിൽ എന്താ പറയുന്നത്? പ്രൈമറി കെയറിനേക്കാളും കുറച്ചുകൂടി ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൈമറി കെയറിനേക്കാളും കുറച്ചുകൂടി മെഡിക്കൽ കെയർ എങ്ങനെയാണ് സെക്കൻഡറി കെയറിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്? എന്തൊക്കെ ട്രീറ്റ്മെന്റ് ആണ്, എന്തൊക്കെ കെയർ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? കോംപ്ലക്സ് അല്ലാത്ത ജനറൽ സർജറി, ഇന്റൻസീവ് കോംപ്ലക്സ് അല്ലാത്ത സർജറീസ് ചെയ്യുന്നുണ്ട്, ട്രീറ്റ്മെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. ഓക്കെ, സിസേറിയൻ ഡെലിവറി ഒക്കെ ഇത്തരം ഹോസ്പിറ്റൽസിൽ നടക്കുന്നുണ്ട്. സെക്കൻഡറി കെയർ ക്ലിയർ ആണല്ലോ? ഓക്കെ, ലാസ്റ്റ് വൺ ഏതാണ്? ടെറിഷ്യറി കെയർ. ഓക്കെ, ടെറിഷ്യറി കെയർ. എന്താണ് ടെറിഷ്യറി കെയറിൽ പറയുന്നത്? അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ. അങ്ങനെ അഡ്വാൻസ്ഡ് ലെവൽ ഓഫ് കെയർ ആണ് ഇത്തരം ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ സെക്കൻഡറി കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ഹോസ്പിറ്റൽസിന് എക്സാമ്പിൾസ് ചോദിച്ച് ഏതാ എഴുതുന്നത്? CHC and divisional and district hospital. ഓക്കെ, എക്സാമ്പിൾ ചോദിച്ച് എഴുതുന്നത് CHC അല്ലെങ്കിൽ ഏതാണ്? ഡിവിഷണൽ ആൻഡ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ്. മാറിപ്പോകരുത് അത്. ദെൻ ടെറിഷ്യറി കെയർ ആണെങ്കിലോ? മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ്. പിന്നെ എന്താ ടെറിഷ്യറി കെയറിൽ പറയുന്നത്? എന്തൊക്കെ കാര്യങ്ങളാ? സൂപ്പർ സ്പെഷ്യാലിറ്റി കെയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്താണ്? ട്രെയിൻഡ് ഡോക്ടേഴ്സ്, അതായത് എക്സ്പീരിയൻസ്ഡ് ഡോക്ടേഴ്സ്. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാകും ഇല്ലേ? ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിനെ ഇത്തരം ഡോക്ടേഴ്സിനെ ഇത്തരം ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഹൈലി ട്രെയിൻഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിനെ ടെറിഷ്യറി കെയർ ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെന്താ പറയുന്നത്? എക്സാമ്പിൾ ഏതാണ്? ടെറിഷ്യറി കെയറിന് എക്സാമ്പിൾ ഏതാണ്? മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ്. അപ്പൊ ലെവൽ ഓഫ് കെയർ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, പിന്നെന്താണ്? ഓണർഷിപ്പ്, സിസ്റ്റം ഓഫ് മെഡിസിൻ, ഇത്രയും കാര്യങ്ങള്, ലെങ്ത് ഓഫ് സ്റ്റേ, ഇത്രയും കാര്യങ്ങൾ റീഡ് ചെയ്തിട്ട് വരണം. ഓക്കെ,
ഏതൊക്കെയാണ് ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്? നമ്മൾ ഹോസ്പിറ്റൽസിനെ ഡിഫറെന്റ് ബേസിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ സൈസും ലെവൽ ഓഫ് കെയറും മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ക്ലിനിക്കൽ സ്പെഷ്യാലിറ്റീസ്, ഓണർഷിപ്പ്, സിസ്റ്റം ഓഫ് മെഡിസിൻ, ലെങ്ത് ഓഫ് സ്റ്റേ. ഓക്കെ, ജസ്റ്റ് റീഡ് ചെയ്തിട്ട് വരിക. ഓക്കെ, ക്ലിയർ ആണല്ലോ ഇപ്പൊ ഇത്രയും കാര്യങ്ങള്? ക്ലാസ് വൈൻഡപ്പ് ചെയ്തോട്ടെ? ഓക്കെ മാം. ഓക്കെ മാം, താങ്ക് യു. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ് ഉള്ളത് എല്ലാവരും ലീവ് ചെയ്യരുത് കേട്ടോ. Okay, ma'am. Thank you. ഓക്കെ. നെക്സ്റ്റ് ഏത് മിസ്സാ? നിർമ്മല മാം ആണ്.